പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ? CTC സെലിബ്രേഷൻ. 5 കോടി നിസാറാണോ ഈ 5 കോടി എന്ന് പറയുന്നത്? ഇന്ന് 2.5 ലക്ഷം ബിസിനസ് മാച്ച് ചെയ്ത ആൾക്കാരൊന്നും കൈവന്നിരിക്കുകയാണ്. TC റാങ്കേ അല്ലേ? നിങ്ങളുടെ ആ ഒരു റാങ്കിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഹാപ്പിനെസ് എന്താ അല്ലേ? കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് അല്ലേ? ആ സ്ഥാനത്തൂടെ 5 കോടി എന്ന് പറയുന്നത് 2 ലക്ഷം എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടതും പോകണോ? അല്ലല്ലോ. അപ്പൊ 5 കോടി എന്തായിരിക്കും? ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന ഈ ഒരു പ്രോഗ്രാമിൽ, ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നത് ഇന്ന് CTC റാങ്കിൽ നിൽക്കുന്ന അപ്കമിങ് ITC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രജീഷ് കാവിൽ സാറ്, ആ വ്യക്തിയിലൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി എന്നതാണ് ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത്. കാരണം ഒരു കാലത്ത് ഞാൻ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ചില ആളുകൾ, നിങ്ങൾക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അറിയാലോ, നിങ്ങൾക്ക് എന്റെ കണ്ണ് മാത്രം കാണാൻ പറ്റും, പക്ഷെ നിങ്ങളൊക്കെ കണ്ണ് എനിക്ക് കാണാൻ പറ്റും. പല ആളുകളും ഉറങ്ങുന്നുണ്ട്. ഈ വയനാട്ടുകാർ ഇവിടെ എത്തിയപ്പോൾ ചൂട് കാണുമ്പോൾ ഉറക്കം വരുന്നുണ്ടോ വയനാട്ടുകാർക്ക്? ഇല്ലല്ലോ. എന്നെ പറയിപ്പിക്കരുത് കേട്ടോ. നന്നായിട്ട് കൈയടിച്ചേ. ഉറങ്ങാൻ വേണ്ടി വന്നാലേ, നമ്മൾ സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നതല്ലേ. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 4-5 വർഷം മുമ്പ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ചുരം ഇറങ്ങി കയറി വന്നൊരു വ്യക്തിയാണ് നമ്മുടെ പ്രജീഷ് കാവിൽ സാറും ഡൽഹി സാർ. അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ, ഈ ഒരു ബിസിനസ്സിലേക്ക് അദ്ദേഹം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പക്ഷെ നമ്മൾ ഔട്ട്സൈഡ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ഇന്ന് നിങ്ങളുടെ നാട്ടിലല്ലാതെ പുറത്ത് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. അവിടെ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡൽ ആക്കേണ്ട ഒരു വ്യക്തിയാണ് പ്രജീഷ് കാവിൽ. കാരണം ഒരു പക്ഷെ അദ്ദേഹം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്ന് 1-2 തവണ എന്നെ അപ്രോച്ച് ചെയ്ത് ഇനി വേണമെങ്കിൽ മുമ്പിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് തള്ളി വിട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് എന്നെ ഫോളോ ചെയ്ത, നമ്മൾ എന്നും അദ്ദേഹത്തിന് ഒരു മാതൃകയാക്കി എടുക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ പ്രജീഷ് കാവിൽ സാർ. അതായത് വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഷമീർ എന്ന വ്യക്തിക്ക് ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരികയും അദ്ദേഹത്തിന് ഈ ഓപ്പർച്യൂണിറ്റി എന്നെ കൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു വ്യക്തിയല്ല. എന്നെ സ്വന്തമായിട്ട് നടത്താൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നത് വരെ എന്റെ കൂടെ നടന്ന് പ്രവർത്തിച്ച് എന്നെ ലീഡറാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച ലീഡേഴ്സിൽ പ്രധാനിയായിട്ടുള്ള ലീഡറാണ് പ്രജീഷ് സാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.